നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചിറക്കൽ രാമേന്ദ്രന്റെ മകൻ. ചിറക്കൽ രാമചന്ദ്രന്റെ മകനൊന്നുമല്ല, ശുദ്ധ തട്ടിപ്പാ, ശുദ്ധ തട്ടിപ്പ്. ശിവനേ, സകലത്തും പൊളിഞ്ഞെന്നാണ് തോന്നുന്നത്. നീങ്ങി വന്നേ. പറയടാ, പൈസ ഇപ്പൊ തരൂടാ. എല്ലാം വ്യക്തമായിട്ട് കണ്ടല്ലോ. നമ്മളെ അവൻ ഫോളാക്കുകയായിരുന്നു. അവനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞാ മതി. അമ്മേ, കൊട്ടേഷൻ കൊടുക്കണോ പോലീസിൽ ഏൽപ്പിക്കണോന്നായിരിക്കും ആലോചന. ചെരുപ്പൂരി 2 അടി അടിച്ചിട്ടെങ്ങ് വിട്ടാ മതിയായിരുന്നു. അങ്ങനെ എത്ര കൊണ്ടിരിക്കുന്നു. എന്താടാ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. ശരി, നീ വാ. ഇയാളെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? ഇവനെ ഞങ്ങൾക്ക് കാശ് തരാനുണ്ട് മേഡം. ചോദിക്കുമ്പോ ഓരോ ഒഴിവുകളങ്ങ് പറയും. പിന്നെ മാസങ്ങൾ കഴിഞ്ഞാ കണ്ണിപ്പെടുന്ന തന്നെ. എത്ര കാശ് അയാൾ നിങ്ങൾക്ക് തരാനുള്ളത്? അത് പിന്നെ മോളെ, കാറിൽ നിന്ന് അതിങ്ങെടുത്തോണ്ട് വാ. അയാളെ വിട്ടേക്ക്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാനുള്ള കാശ് പൈസ തീർത്ത് ഈ സരള തരും. ഈ ഫ്രോഡിനെ നമ്പിട്ടോ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ഓരോരുത്തർക്കും തരാനുള്ള പണം എത്രയാണെന്ന് ഒരു ലിസ്റ്റ് എഴുതി എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അത് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കും. മാഡം, ലക്ഷങ്ങൾ വരുമേ. സോ വാട്ട്? എനിക്കതൊരു പ്രശ്നമല്ലെങ്കിലോ? എന്റെ മൊബൈൽ നമ്പർ നോട്ട് ചെയ്തോ. മോളെ, അതങ്ങ് കൊടുത്തേക്ക്. ഇത് നിങ്ങളുടെ വിശ്വാസത്തിനായി തൽക്കാലത്തേക്കുള്ള ഒരു അഡ്വാൻസ് വെച്ചോളൂ. ബാക്കി കണക്ക് നൽകുന്ന മുറയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. എന്റെ ദൈവമേ, ഇത് എനിക്കാണ് ഭ്രാന്ത്, അത് എവർക്കാണ് ഭ്രാന്ത്? ജഗദീപ് കുമാർ വാ. അല്ല, അത് പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നാ പോരെ? ഇവരൊക്കെ നല്ല കമ്പനിയാ. ജഗദീപ് കുമാറിനോട് വരാനല്ലേ പറഞ്ഞേ? അല്ല, കാർ ഇവിടെ തൽക്കാലം അതിവിടെ കിടക്കട്ടെ. കോട്ട് വേണ്ടേ? കോട്ടിട്ടോളൂ. അതിനിടയ്ക്ക് ചെറുതായോ? ക്ലാസ് എന്റെ ആണ്. ഇതാ വരൂ. പിന്നെന്ത് തണ്ടി. അവിടെയല്ല, ബാക്ക് സീറ്റില്. ശിവനെ, പറചട്ടി എഴുതിയിലേക്കാണല്ലോ. ബാക്ക് ഇരിക്കാം. കർത്താവേ, ആ സ്ത്രീ ചെയ്യുന്ന എന്താണെന്ന് അവരറിയുന്നില്ലല്ലോ. ലക്ഷങ്ങൾ മുടക്കി സ്വന്തം കുരിശ് കാറിലെടുത്തോണ്ട് പോവുകയാണ് അവര്. ശിവനെ, എങ്ങോട്ടാണോ എന്റെ കൊണ്ടുപോണത്?
അറക്കാൻ വില കൊടുത്ത് വാങ്ങിയ മാടിനെ കത്തിക്ക് കഴുത്തറക്കുകയാണോ അതോ തല്ലിക്കൊല്ലുകയാണോ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? ജഗദീപ് കുമാർ ഓ, അത്യാവശ്യം നല്ല തരികിടകളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാരാ ഞാനും എന്റെ മോളും. ജഗദീപ് ഒരു ഉടായ്പ് കാട്ടിയാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അയ്യോ അതല്ല അമ്മേ, അത് പിന്നെ ഞാനേ അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കണ്ടവരെന്ന് പറയില്ലേ? ഞങ്ങളുടെ അടുത്താ. അതെ, ഞാനെല്ലാം പറയാം. ഇതൊരു അഭിനയമാണേ. മനസ്സിലായി ജഗദീപ് സാറേ. സാറിനെ എല്ലാരും കൂടി പിടിച്ചു നിർത്തിയിരിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് സംശയിച്ചു ആദ്യം. പിന്നല്ലേ ഇവള് കാര്യം പറഞ്ഞത്. സാധാരണക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ സാറ് തന്നെ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയതാണെന്ന്. അതിനുവേണ്ടി ആളുകൾക്കിടയിൽ സാർ പിച്ചക്കാരനായോ ലോട്ടറിക്കാരനായോ ഒക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരു തട്ടിപ്പുകാരനായി അഭിനയിക്കുമെന്ന് ഇവള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്റെ രാജകുമാരിയെ കണ്ടെത്താനായി ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിപ്പോ ഈ പിച്ചക്കാരനായിട്ടോ ലോട്ടറി കച്ചവടക്കാരനായിട്ടോ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിട്ടോ അങ്ങനെ ഏത് വേഷം. അപ്പൊ സീൻ മാറിയ ശിവനേ. എന്റെ പൊന്ന് ജഗദീപ് സാറേ, സാറെന്തിനാ തങ്കപ്പെട്ട മനസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഇങ്ങനെ പിച്ചക്കാരനായും തട്ടിപ്പുകാരനായിട്ടും ഒക്കെ നടക്കുന്നത്? ആ പെൺകുട്ടിയല്ലേ സാറിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. എന്റെ മോളോട് സാറിനൊരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് എനിക്കൊരു സൂചന തോന്നിയിട്ടുണ്ട്. എന്ന് കരുതി ചാടിക്കയറി കല്യാണം കഴിക്കാനൊന്നും ഞാൻ പറയില്ല കേട്ടോ. കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പരസ്പരം വിശദമായി പരിചയപ്പെട്ട് അന്യോന്യം മനസ്സിലാക്കിയിട്ടൊക്കെ മതി. അടിപൊളി. സീൻ മാറി സ്ഥിതിക്ക് ഞാൻ ഇനി ചിറക്കൽ രാമേന്ദ്രന്റെ മോൻ ജഗദീപ് കുമാർ തന്നെ. വെയിറ്റ് ഒട്ടും കുറയ്ക്കണ്ട. ജഗദീപ് സാറ് ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശദമായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടുമായിരുന്നു. പരിഗണിക്കാവുന്നതാണ്. പക്ഷേ എന്റെ അധികം സമയം വേസ്റ്റ് ആക്കരുത് കേട്ടോ. യുനോ മൈ ടൈം ഈസ് മൈ മണി. ഇല്ല സാറേ, പെട്ടെന്ന് വിടാം. ഓ, മുസ്തഫ, കാർ വീട്ടിലേക്ക് തന്നെ പോട്ടെ. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.